ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന റെസിപ്പി അനുസരിച്ച് ഫോളോ ചെയ്താൽ ഇത് അതുപോലെ തന്നെ നന്നായിട്ട് വരും. അപ്പോൾ റെസിപ്പി ശ്രദ്ധിക്കുക. ഞാൻ റെസിപ്പി കറക്റ്റായിട്ട് ഇവിടെ പറയുന്നില്ല, പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് പഞ്ചസാര എടുത്ത് നമ്മൾ മിക്സിയിൽ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് പൊടിക്കുക. അത് ഒരു പാത്രത്തിലേക്കാക്കി റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് ബട്ടറും കുറച്ച് പാലും അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ ചൂട് പാൽ, വളരെ ചെറിയൊരു ചൂട് പാൽ മതി കേട്ടോ. അത് ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. കാരണം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അളവ് കാണിക്കണ്ടേ. ഞാനും ഇങ്ങനെ കറക്റ്റ് അളവോടെ അധികം എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാനും അത് ട്രൈ ചെയ്ത് കറക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുക. അതിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കട്ടൻ കാപ്പിയുടെ പൊടിയല്ല, ബ്രൂവോ സൺറൈസോ നെസ്കഫിയോ അങ്ങനെ എന്തെങ്കിലും ആയി എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അത് ഈ പഞ്ചസാര കൂട്ടിലോട്ട് ബട്ടറും കൂടെയുള്ള കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ അത് മിക്സ് ചെയ്യുക. അതുകൊണ്ട് തീരെ മിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പാലും കൂടി ഒഴിക്കുക. ഞാൻ കുറച്ച് പാലും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടുള്ള അളവാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ അളവ് പറയാത്തത്. അപ്പം നിങ്ങൾ അളവുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിനകത്തേക്ക് ഒരു 1/8 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. 1/8 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 4-5 ഡ്രോപ്പ് മതി. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കുക. ഇതിൽ കുറച്ചുകൂടെ കട്ടിയായാലും കുഴപ്പമില്ല, പക്ഷേ അപ്പം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ അകത്ത് ഉള്ള ഫില്ലിങ് നമുക്ക് റെഡിയായി. ഇനി നമുക്ക് ബിസ്ക്കറ്റ് മുക്കാനുള്ള പാലിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കാം. വളരെ ചെറിയ ചൂട് ഉള്ള പാലെടുത്തിട്ട് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന അളവിലുള്ള കസ്റ്റർഡ് പൗഡറും കൊക്കോയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഈ കട്ട ഉടയ്ക്കാൻ നോക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് യൂസ് ചെയ്ത് നമ്മൾ കട്ട ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ട ഉടഞ്ഞ് കിട്ടും. എങ്കിലും കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒട്ടും വേസ്റ്റ് ആവാതെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു അരിപ്പയിലൂടെ എടുത്ത് ആ പാലിൻ്റെ കൂട്ടിലേക്ക് പൂർണ്ണമായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേറെ ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള പാലെടുക്കുക. ഇത് ഞാൻ ഇച്ചിരി വലിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി കൂടെ ഉള്ളതായതുകൊണ്ട് 1.5 ലിറ്റർ പാലിൻ്റെ അളവിനാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ വേറെ ഒരു കുഞ്ഞു പാത്രത്തിൽ സാധാരണ വെള്ളം, ചൂടൊന്നും വേണ്ട, അതിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കലക്കിയിട്ട് ഓരോ ബിസ്ക്കറ്റായിട്ട് പെട്ടെന്ന് അതിനകത്തൊന്ന് മുക്കിയെടുക്കുക. കാരണം ചെറിയ ചൂടുണ്ടെന്നുണ്ടെങ്കിലുള്ളൊരു കുഴപ്പം, അത് വല്ലാതെ അങ്ങ് സോക്ഡായി പോവും. അപ്പോൾ ആ സോക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊടിക്കുണ്ടാക്കി കഴിയുമ്പോഴേക്ക് അതിനൊരു ക്രഞ്ച് കിട്ടത്തില്ല, നമുക്കൊന്ന് കടിക്കാൻ കിട്ടത്തില്ല, ഇങ്ങനെ അങ്ങ് കുഴഞ്ഞു പോകുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ഓരോ ബിസ്ക്കറ്റായിട്ട് അങ്ങനെ മുക്കി ഒരു ലെയർ നിരത്തി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ബട്ടറിൻ്റെയും ഷുഗറിൻ്റെയും വാനില എസൻസിൻ്റെയും ഒക്കെയുള്ള ആ കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരുപാടങ്ങ് വേണ്ട, വളരെ ചെറുതായിട്ട് മതി. എന്നിട്ട് വേറെ 4 ബിസ്ക്കറ്റ് എടുക്കുക. അതും ഇതുപോലെ കാപ്പിയുടെ വെള്ളത്തിൽ മുക്കിയിട്ട് അടുക്കുക. അപ്പം നമുക്ക് 3 ലെയറാണോ 4 ലെയറാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. 2 ബിസ്ക്കറ്റ് ആയാലും മതി. ഒരബദ്ധം പറ്റിപ്പോയി കേട്ടോ. നമ്മൾ ആ പാലിലേക്ക് കസ്റ്റർഡ് പൗഡറും കൊക്കോയും മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് മിക്സ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി കേട്ടോ. ശ്രദ്ധിക്കാനുള്ളത്, കസ്റ്റർഡ് പൗഡറിൻ്റെയൊക്കെ ആ കൂട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തീയിലോ മീഡിയം തീയിലോ മാത്രം വെച്ചിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുവേ. പഞ്ചസാരയ്ക്ക് മുമ്പ് ചേർത്തത് കോഫി പൗഡറാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇത് ചെറിയ തീയിലോ മീഡിയം തീയിലോ മാത്രം വെച്ചിട്ട് ഈ സമയത്തൊക്കെ കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുമേ. ഈ ചേർക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബാറ്, അത് വേണമെങ്കിൽ മാത്രം ഇട്ടുവച്ചാൽ മതി. ഒരു ചെറിയ 40 രൂപയുടെ വല്ലതും മേടിച്ചിട്ട് അതിൻ്റെ ഒരു ഹാഫ് മതിയാവും. അല്ലെങ്കിൽ ചെറിയ ബാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 3-4 ഒടിച്ച് അതിനകത്തോട്ട് അങ്ങിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യുക.
നിങ്ങൾക്കിത് ശരിയാവാതെ വരില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് റെസിപ്പിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ തന്നെ വളരെ കെയർഫുള്ളായിട്ട് അളന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിക്കുക. പിന്നെ ഈ വിപ്പിംഗ് ക്രീം ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ കേക്കിന് വേണ്ടി ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ആ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വാനില ഐസ്ക്രീം, അത് ഇതുപോലെ ഇതിനേക്കാൾ ടേസ്റ്റാണ്, വിപ്പിംഗ് ക്രീമിനേക്കാട്ടി ടേസ്റ്റാണ്. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ അതിൻ്റെ മേലെ വെച്ച് യൂസ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അളവ് കണ്ടൻസ് മിൽക്ക് ഇല്ലാതെ പാല് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പോൾ ഒരു കവർ 30 രൂപയുടെ ഒരു കവർ ആരോറൂട്ട് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അളവിലുള്ള ക്രീമും ഫില്ലിങ്ങും ഒക്കെ ധാരാളം മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വിവരം അറിയിക്കുക. താങ്ക്